നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. തീപ്പൊരികൾ ഒരുങ്ങുന്നുണ്ട്. സംസ്ഥാനത്ത് മാവോയിസ്റ്റ് ആക്രമണ സാധ്യതയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്. റിസോർട്ടുകൾക്ക് നേരെയായിരിക്കും ആക്രമണമെന്നും മുന്നറിയിപ്പ്. അട്ടപ്പാടിയിൽ ഇന്നു രാവിലെ മാവോയിസ്റ്റുകളുടെ നിരവധി പോസ്റ്ററുകൾ കണ്ടെത്തിയിരുന്നു. തീവ്ര ഇടതുപക്ഷ സംഘടനകളുടെ വിരോധം സർക്കാരിനും ഭൂമാഫിയയ്ക്കും എതിരെ. വൃശ്ചിക സഭയിൽ വിവാദം തിളയ്ക്കും. നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കം. പരിഗണിക്കാൻ 19 ബില്ലുകൾ. ചൂടുപകരാൻ വിഷയങ്ങളേറെ. ചേരുന്നത് 13ാം നിയമസഭയുടെ 12ാം സമ്മേളനം. നടപടികൾ 14 ദിവസം. നിയമനിർമ്മാണം പ്രധാന അജണ്ട. ബാർ കോഴ ആരോപണവും TO സൂരജിന്റെ അവിഹിത സ്വത്തും പ്രതിപക്ഷത്തിന് പ്രധാന ആയുധം. മാണി കാര്യത്തിൽ CPM CPI നിലപാടിലെ വ്യത്യാസം സഭയിലും പ്രതിഫലിക്കും. എല്ലാം ഇന്ന് അവസാനിക്കും. പക്ഷിപ്പനി ബാധിച്ച താറാവുകളെ കൂട്ടക്കൊല ചെയ്യുന്നത് ഇന്ന് പൂർത്തിയാകുമെന്ന് ആരോഗ്യവകുപ്പ്. ആലപ്പുഴയിൽ മാത്രം ഇന്നലെ കൊന്നൊടുക്കിയത് 1.25 ലക്ഷത്തിലധികം താറാവുകളെ. നാളെ മുതൽ വളർത്തു പക്ഷികളെയും കൊല്ലും. കൊല്ലത്ത് താറാവിൻ കുഞ്ഞുങ്ങൾ കൂടത്തോടെ ചത്തതും പക്ഷിപ്പനി കാരണം. രോഗബാധ വ്യാപകം. മുറ്റത്തെ മത്സരം മാനം രക്ഷിക്കുമോ? ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പോരാട്ടം ഇന്ന് കൊച്ചിയുടെ മുറ്റത്ത്. ചെന്നൈയിൻ FCയുമായി പ്രസ്റ്റീജ് മത്സരം. കളി കാണാൻ സച്ചിൻ വരില്ല. ഗാലറിയിൽ ചെന്നൈക്ക് വീര്യം പകരാൻ അഭിഷേകും ഐശ്വര്യയും. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.